കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. 20 ദിവസം കഴിഞ്ഞപ്പോൾ 8 ദിവസം കഴിഞ്ഞപ്പോ യേശു വീണ്ടും തോമസ് ഉള്ളപ്പോൾ വരികയാണ്. അവിടെ പറയുന്ന വാചകം, നിന്റെ വിരൽ നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈകൾ എന്റെ വിലപ്പുറത്ത് ഇടുക. ആ വാചകം ശ്രദ്ധിക്കണം. നിന്റെ വിരൽ എന്റെ കൈകൾ. കൈകളിൽ അടിച്ച ആണിപ്പാടിന്റെ വലിപ്പം ഒരു വിരലിന്റെ വലിപ്പമാണ്. സ്തോത്രം. 2, നിന്റെ കൈ എന്റെ വിലപ്പുറത്ത്. അങ്ങനെയാണെങ്കിൽ വിലപ്പുറത്തെ കുത്ത് ഒരു മനുഷ്യന്റെ കൈ അങ്ങോട്ട് കയറുന്ന നിലയിലാണ്. ആരോ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ധ്യാനത്തിൽ ഞാൻ പറയുന്നു, ഒരു കൈ കടക്കുന്ന നിലയിൽ അവന്റെ ഹൃദയാന്തർഭാഗത്തേക്ക് ഒരു പടയാളി അവൻ കുത്തി തുളച്ചെങ്കിൽ അതെനിക്കും നിങ്ങൾക്കും അവന്റെ ഹൃദയത്തിൻ്റെ അകത്തെ കയറുവാനുള്ള വാതിലാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. അവന്റെ ഹൃദയത്തിന്റെ ഭിത്തി തുറന്ന് ഞാൻ നിങ്ങൾ അവന്റെ അകത്തേക്ക് കയറിയാൽ ഇന്ന് രാത്രി പിതാവിന്റെ അരികിലേക്ക് അവൻ എന്നെ നിങ്ങളെ മാറിയെടുത്തുകൊണ്ട് വന്നിട്ട് പറയും, ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒന്നാമത് ഭാഗ്യം കിട്ടിയ ആള് തോമസ്. രണ്ടാമത് ഭാഗ്യം കിട്ടിയത് ആരാന്ന് പറയാം. ശരിക്കും ശ്രദ്ധിച്ചോണം. പുറപ്പാട് പുസ്തകം ബോർഡ് പഠിക്കുന്നില്ലല്ലോ.